ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ പോർക്കും കൂർക്കയും ഒന്ന് കറി വയ്ക്കാം നമുക്ക്. ഓക്കെ, ചൂടായി. നമുക്ക് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. അതായത് 2 സ്പൂണൊക്കെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട പോലെ. പോർക്കിറച്ചിയാണ്, അതുകൊണ്ട് അതിൽ നെയ്പ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സവാളയാണ്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സവാള 5 എണ്ണമാണ് കേട്ടോ. നമുക്കിതിലിടാം. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 1 തക്കാളിയാണ് മീഡിയം സൈസ്. പിന്നെ ഞാൻ എടുത്തത് കാന്താരിയാണ്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ അത് അരിയാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി അരിയാം, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കാന്താരി ചതച്ചതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 1 തക്കാളിയാണ്, അത് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ പൊടികൾക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ വയ്ക്കുന്നത് 1.5 കിലോ പോർക്കിറച്ചിയാണ്. അതിലേക്കിപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല 3 ടീസ്പൂൺ, ഗരം മസാലയാണ് കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചതാണ്. അത് 1.5 ടീസ്പൂൺ. ഇത് സാദാ മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ ഇടാം. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, അത് 2 ടീസ്പൂൺ ഇടാം. പിന്നെ നമ്മുടെ പെപ്പറാണ് ഇതിലധികം നിൽക്കേണ്ടത്. 3 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായി ഇത് മൂപ്പിക്കാം കേട്ടോ. നമുക്കിത് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിനി തേങ്ങ വറുത്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. 1/2 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം കേട്ടോ. നമ്മളിനി ഇതിൽ പോർക്ക് ഇടാൻ പോവാണ്. അതാ 1.5 കിലോ പോർക്കാണ് കേട്ടോ. ഇത് ആഡ് ചെയ്യാണ്.
നമ്മൾ ഇതിൽ വേണ്ട ഉപ്പ് ആഡ് ചെയ്യണേ. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചൊക്കെ വെള്ളം ഇതുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്താൽ കേട്ടോ. ഇതിനൊരു ഗ്ലാസ് വെള്ളമാണ്. നന്നായി നന്നായിട്ട് ഇളക്കാം കേട്ടോ. കോർക്കും കൂർക്കൊക്കെ ഒരുമിച്ച് വേവട്ടെ. അടച്ചു വയ്ക്കാം. നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്തായി നോക്കാമല്ലേ. നമുക്ക് കുറച്ചും കൂടെ ഒരു 2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഇളക്കാം. നമുക്കൊന്നും കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് വയ്ക്കാം. പിന്നെ നമ്മൾ സൺഡേ സ്പെഷ്യൽ പോർക്ക് കൂട്ടിയിട്ട് വെച്ചത്. അപ്പം നമ്മുടെ ഇവിടെ സൺഡേ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. പോർക്കും കൂർക്കയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ കപ്പപ്പുട്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും റെഡി ആയിട്ട് നോക്കണം കേട്ടോ.